സോ ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസാണ്, ബാംഗ്ലൂരുള്ള. ഓക്കെ, അത്യാവശ്യം ബാംഗ്ലൂർ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത്. എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ വന്നിട്ട് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വേണമെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് വരാം. സോ അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ വിദേശികളാണ്, ടൂറിസ്റ്റുകളാണ്. അവർക്ക് ഗൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈഡ് ഇവിടെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടു. നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കാം. അതായത് രാജാവ് ഇവിടെ വന്ന് നിൽക്കും. രാജാവിൻ്റെ അടുത്ത് ഇപ്പം പ്രജകൾ അല്ലെങ്കിൽ നാട്ടുകാർ വന്നിട്ട് പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനെന്തോ പറയും, എനിക്കറിയില്ല. ദർബാർ അതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ രാജാവ് ഇവിടെ വന്ന് നിൽക്കും. ഇതേപോലെ 4 സൈഡും ഉണ്ട്. ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് താഴത്തുനിന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാം. പുള്ളി അത് അവിടെ നിന്ന് കേൾക്കും. അപ്പോൾ പുള്ളിയുടെ 2 ഭാര്യമാർ, ഒരാൾ ഇവിടെയും ഒരാൾ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ ഇവിടെ മീൻസ് ഒരാളുടെ ആ സ്ഥലത്തും ഒരാൾ ഈ സ്ഥലത്തുമായിട്ട് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതാണ്, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ ഒരു ഇത് കണ്ടു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുണ്ട്. ഇനി ഇതേപോലെ 2 സൈഡും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അത് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ബാക്ക് സൈഡായി. ഇപ്പം ഇതിൽ സ്റ്റെയർ കേസ് താഴത്തേക്കുണ്ട്. അതിലേ കയറി വന്നു, ഇതിലേ ഇറങ്ങി. ഇനി ഇതാണ് ഹാളിലേക്ക്. വേണ്ട, ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. അത് കാര്യം മരത്തിൻ്റെ ആണല്ലോ ഇതെല്ലാം. കാലക്രമേണ ആവും തോറും ബലക്ഷയം ഉണ്ടാവും. അപ്പോൾ ആളുകൾ അതിൻ്റെ മേലെ കയറി നിന്നാൽ വീഴാനും പൊട്ടാനൊക്കെ ഉള്ള സാധ്യതകൾ കണക്ക് കൂട്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള ഗ്യാപ്പുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാം. ഇതൊക്കെ മരത്തിൻ്റെ തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാജാവ് ഇവിടെ വന്ന് നിൽക്കും. അതേപോലെ 2 സൈഡ് ഭാര്യമാർ, 2 ഭാര്യമാർ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് 2 സെയിം, 2 സൈഡ് ഒരേപോലെയാണ്. പിന്നെ ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള മുറികളുണ്ട്. അതായത് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ആക്ച്വലി. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കണ്ടത് അതേപോലെ രാജാവിന് പോയി നിൽക്കാനുള്ളതും അതേപോലെ ആളുകൾ പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ബാക്ക് സൈഡ്. ഫ്രണ്ട് എങ്ങനെയാണോ അതേപോലെ എല്ലാ സൈഡും സിമെട്രിക് ആണ്. അതായത് ഫ്രണ്ട് എന്താണോ അത് തന്നെയാണ് ബാക്ക്. അതേപോലെ 2 സൈഡും ഒരുപോലെയാണ്. ഈ റൂം ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇതുണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ ജനൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ കച്ചറകൾ ഇട്ട് വെച്ചിട്ടുള്ള പോലെ ഉള്ളൊരു റൂമായിട്ടാണ് കാണുന്നത്. അത് പണ്ട് അവർ വരുമ്പോൾ താമസിക്കുന്ന രാജാവും പത്നിയൊക്കെ താമസിക്കുന്ന റൂമുകളായിരിക്കും ഇത് 2. ഇതിലേക്ക് ഈ റൂമിലേക്കൊന്നും എൻട്രൻസ് ഇല്ല. ഇതുണ്ടോ, ഇതാണ് സൈഡൊക്കെ ഉണ്ട്. ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ,
ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വരാനുള്ള വാതിലിളക്കിയാണ് അപ്പുറത്തും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേക്ക് പോകാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. സൈഡും അതുപോലെ തന്നെയാണ്. ഇവിടെ പേ ആൻഡ് യൂസ് അല്ല, സോറി, പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്, പേ ആൻഡ് യൂസ് അല്ല. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റൗണ്ട് കറങ്ങി ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. നമ്മൾ വീണ്ടും ഇനി ആ സൈഡ് കൂടെ കാണിച്ചു തരാം. മൂന്ന് സൈഡേ ഉള്ളൂ കേട്ടോ, സോറി, 3 സൈഡേ ഉള്ളൂ. ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെ ഫുള്ള് കവേർഡാണ്. അപ്പോൾ 3 സൈഡാണ് രാജാവിന് പ്രജകളുമായി സംസാരിക്കാനുള്ള സംഭവം. പിന്നെ ഇവിടെ ചെറിയൊരു ഉദ്യാനമുണ്ട്. പിന്നെ ആക്ച്വലി ഇത് പണ്ടെന്ന് പറയുമ്പോൾ വലിയ കോമ്പൗണ്ട് ആയിരിക്കും. ഇപ്പോൾ കാലക്രമേണ ഈ ഒരു പാലസ് മാത്രം എന്താ പറയുക ഒരു കോമ്പൗണ്ടാക്കി വേറെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു ഗാർഡനും അതിനോടനുബന്ധിച്ച് കീപ്പ് ചെയ്തിട്ട്. ആക്ച്വലി ഇതൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിനായിരിക്കും ഈ കൊട്ടാരം ഉണ്ടാവുക. ഓക്കെ, അതൊരു പബ്ലിക് സ്കൂളാണ്. അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് കണ്ടോ. ഇത് ബാക്ക് സൈഡാണ്. പിന്നെ അതവിടെ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് പണ്ട് മുതൽക്കേ ഉള്ളതാണോ അതോ ഇപ്പോൾ എന്തിനെങ്കിലും എടുത്തതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ചെറിയ എന്താ ഉള്ളിലൊക്കെ വേണമെങ്കിൽ ഒരു സെറ്റിങ്, അതായതിപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡേൺ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലോ, ഒരു കുഴിയിലിറങ്ങി ഇരുന്ന് നടുവിൽ തീയൊക്കെ കായുന്ന അല്ലെങ്കിൽ ചായ കുടിച്ചിരിക്കുന്ന, അത് പണ്ടത്തെ രാജാവിൻ്റെ സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്.